ഒന്ന് രാജാക്കന്മാർ അധ്യായം 7. ശലോമോൻ തന്റെ അരമന 13 ആണ്ടുകൊണ്ട് പണിത് അരമന പണി മുഴുവനും തീർത്തു. അവൻ ലെബാനോൻ വനഗൃഹവും പണിതു. അതിന് 100 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവും ഉണ്ടായിരുന്നു. ദേവദാരു കൊണ്ടുള്ള 3 നിര തൂണിന്മേൽ ദേവദാരു ഉത്തരം വെച്ച് പണിതു. ഓരോ നിരയിൽ 15 തൂണ് വീതം 45 തൂണിന്മേൽ തുലാം വെച്ച് ദേവദാരു പലക കൊണ്ട് തട്ടിട്ടു. 3 നിര കിളിവാതിലുണ്ടായിരുന്നു. 3 നിരയിലും അവ നേർക്ക് നേരെയായിരുന്നു. വാതിലും കട്ടളയും എല്ലാം സമചതുരവും കിളിവാതിൽ 3 നിരയായി നേർക്ക് നേരെയുമായിരുന്നു. അവൻ 50 മുഴം നീളവും 30 മുഴം വീതിയുമുള്ള ഒരു സ്തംഭമണ്ഡപവും അതിന്റെ മുൻവശത്ത് തൂണും ഉമ്മരപ്പടിയുമായ ഒരു പൂമുഖവും ഉണ്ടാക്കി. ന്യായം വിധിക്കേണ്ടതിന് ആസ്ഥാന മണ്ഡപവുമായിട്ട് ഒരു സിംഹാസന മണ്ഡപവും പണിതു. അതിന് ആസകലം ദേവദാരു പലക കൊണ്ട് അടിത്തട്ടിട്ടു. ഇതിന്റെ പണി പോലെ തന്നെ അവൻ മണ്ഡപത്തിനപ്പുറം മറ്റേ പ്രാകാരത്തിൽ അവൻ തനിക്ക് വസിക്കാനുള്ള അരമന പണിതു. ശലോമോൻ പരിഗ്രഹിച്ചിരുന്ന ഫറവോന്റെ മകൾക്കും അവൻ ഈ മണ്ഡപം പോലെയുള്ള അരമന പണിതു. ഇവയൊക്കെയും അടിസ്ഥാനം മുതൽ ഉത്തരക്കല്ല് വരെയും പുറത്തെ വലിയ പ്രാകാരം വരെയും തോതിന് വെട്ടി അകവും പുറവും ഉയർച്ച വാൾ കൊണ്ട് അറുത്തെടുത്ത വിശേഷപ്പെട്ട കല്ലുകൊണ്ട് ആയിരുന്നു. അടിസ്ഥാനം 10 മുഴവും 8 മുഴവുമുള്ള വിശേഷപ്പെട്ട വലിയ കല്ലുകൊണ്ടായിരുന്നു. മേൽപ്പണി തോതിന് വെട്ടിയ വിശേഷപ്പെട്ട കല്ലുകൊണ്ടും ദേവദാരു കൊണ്ടുമായിരുന്നു. യഹോവയുടെ ആലയത്തിന്റെ അകത്തെ പ്രാകാരത്തിനും ആലയത്തിന്റെ മണ്ഡപത്തിനും ഉണ്ടായിരുന്ന പോലെ വലിയ പ്രാകാരത്തിന് ചുറ്റും 3 വരി ചെത്തിയ കല്ലും 1 വരി ദേവദാരുവും ഉണ്ടായിരുന്നു. ശലോമോൻ രാജാവ് സോരിൽ നിന്ന് ഹീരാം എന്നൊരുവിനെ വരുത്തി. അവൻ നഫ്താലി ഗോത്രത്തിൽ ഒരു വിധവയുടെ മകനായിരുന്നു. അവന്റെ അപ്പനോ സോര്യനായ ഒരു മൂശാരി അത്രേ. അവൻ താമ്രം കൊണ്ട് സകലവിധ പണിയും ചെയ്യുവാൻ തക്കവണ്ണം ജ്ഞാനവും ബുദ്ധിയും സാമർത്ഥ്യവും ഉള്ളവനായിരുന്നു. അവൻ ശലോമോൻ രാജാവിന്റെ അടുക്കൽ വന്നു. അവൻ കൽപ്പിച്ച പണിയൊക്കെയും തീർത്തു. അവൻ 2 താമ്രസ്തംഭം ഉണ്ടാക്കി. ഓരോന്നിന് 18 മുഴം ഉയരവും 12 മുഴം ചുറ്റളവും ഉണ്ടായിരുന്നു. സ്തംഭങ്ങളുടെ തലയ്ക്കൽ വെപ്പാൻ അവൻ താമ്രം കൊണ്ട് 2 പോതിക വാർത്തുണ്ടാക്കി. പോതിക ഓരോന്നും 5 മുഴം ഉയരമുള്ളതായിരുന്നു. സ്തംഭങ്ങളുടെ തലയ്ക്കലെ പോതികയ്ക്ക് വല പോലെയുള്ള വിചിത്ര പണിയും മാലയും ഉണ്ടായിരുന്നു. പോതിക ഓരോന്നിനും ഇങ്ങനെ 7 ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സ്തംഭങ്ങളെ ഉണ്ടാക്കി. അവയുടെ തലയ്ക്കലുള്ള പോതിക മൂടത്തക്കവണ്ണം ഒരു പോതികയുടെ വലപ്പണിക്ക് മീതെ 2 വരി മാതളപ്പഴം ഉണ്ടാക്കി. മറ്റേ പോതികയ്ക്കും അവൻ അങ്ങനെ തന്നെ ഉണ്ടാക്കി. മണ്ഡപത്തിലുള്ള സ്തംഭങ്ങളുടെ തലയ്ക്കലെ പോതിക താമരപ്പൂവിന്റെ ആകൃതിയിൽ 4 മുഴമായിരുന്നു. 2 സ്തംഭത്തിന്റെയും തലയ്ക്കൽ പോതിക ഉണ്ടായിരുന്നു. ഒരു പോതികയ്ക്ക് വലപ്പണിക്കരികെ കുമ്പത്തോട് ചേർന്ന് ചുറ്റും വരി വരിയായി 200 മാതളപ്പഴം ഉണ്ടായിരുന്നു. മറ്റേ പോതികയ്ക്കും അങ്ങനെ തന്നെ. അവൻ സ്തംഭങ്ങളെ മന്ദിരത്തിന്റെ മണ്ഡപവാതിക്കൽ നിർത്തി. അവൻ വലത്തെ സ്തംഭം നിർത്തി അതിന് യാഖീൻ എന്നും ഇടത്തെ സ്തംഭം നിർത്തി അതിന് ബോവസ് എന്നും പേരിട്ടു. സ്തംഭങ്ങളുടെ അഗ്രം താമരപ്പൂവിന്റെ ആകൃതിയിലായിരുന്നു. ഇങ്ങനെ സ്തംഭങ്ങളുടെ പണി തീർന്നു. അവനൊരു കടൽ വാർത്തുണ്ടാക്കി. അത് വൃത്താകാരമായിരുന്നു. അതിന് വക്കോട് വക്ക് 10 മുഴവും ഉയരം 5 മുഴവും ചുറ്റും 30 മുഴവും നൂലളവും ഉണ്ടായിരുന്നു. അതിന്റെ വക്കിന് താഴെ പുറത്ത് മുഴം ഒന്നിന് 10 കുമിഴ് വീതം കടലിന് ചുറ്റും ഉണ്ടായിരുന്നു. അത് വാർത്തപ്പോൾ തന്നെ കുമിഴും 2 നിരയായി വാർത്തിരുന്നു. അത് 12 കാളയുടെ പുറത്ത് വെച്ചിരുന്നു. അവയിൽ 3 വടക്കോട്ടും 3 പടിഞ്ഞാറോട്ടും 3 തെക്കോട്ടും 3 കിഴക്കോട്ടും തിരിഞ്ഞിരുന്നു. കടൽ അവയുടെ പുറത്ത് വെച്ചിരുന്നു. അവയുടെ പൃഷ്ഠഭാഗമൊക്കെയും അകത്തോട്ടായിരുന്നു. അതിന്റെ കനം 4 അങ്കുലം. അതിന്റെ വക്ക് പാനപാത്രത്തിന്റെ വക്കുപോലെ താമരപ്പൂവിന്റെ ആകൃതിയിലായിരുന്നു. അതിൽ 2000 ബത്ത് വെള്ളം കൊള്ളും. അവൻ താമ്രം കൊണ്ട് 10 പീഠം ഉണ്ടാക്കി. ഓരോ പീഠത്തിന് 4 മുഴം നീളവും 4 മുഴം വീതിയും 3 മുഴം ഉയരവും ഉണ്ടായിരുന്നു. പീഠങ്ങളുടെ പണി എങ്ങനെയെന്നാൽ അവയ്ക്ക് ചട്ടപ്പലക ഉണ്ടായിരുന്നു. ചട്ടപ്പലക ചട്ടങ്ങളിലായിരുന്നു. ചട്ടങ്ങളിൽ ഇട്ടിരുന്ന പലകമേൽ സിംഹങ്ങളും കാളകളും കിരൂബുകളും ഉണ്ടായിരുന്നു. ചട്ടങ്ങളിൽ അവർണം സിംഹങ്ങൾക്കും കാളകൾക്കും മീതെയും താഴെയും തോരണപ്പണിയും ഉണ്ടായിരുന്നു. ഓരോ പീഠത്തിനും താമ്രം കൊണ്ടുള്ള 4 ചക്രവും താമ്രം കൊണ്ടുള്ള അച്ചുതണ്ടുകളും ഉണ്ടായിരുന്നു. അതിന്റെ 4 കോണിലും കാലുകൾ ഉണ്ടായിരുന്നു. തൊട്ടിയുടെ കീഴെ കാൽ ഓരോന്നിനും പുറവശത്ത് തോരണപ്പണിയോടുകൂടെ വാർത്തിരുന്നു. അതിന്റെ വായ് ചട്ടക്കൂടിനകത്തും മേലോട്ടും 1 മുഴം ഉയരമുള്ളതുമായിരുന്നു. അതിന്റെ വായ് പീഠത്തിന്റെ പണി പോലെയും 1.5 മുഴം വൃത്തത്തിലുമായിരുന്നു. അതിന്റെ വായ്ക്ക് കൊത്തുപണി ഉണ്ടായിരുന്നു. അതിന്റെ ചട്ടപ്പലക വൃത്താകാരമല്ല, ചതുരശ്രമായിരുന്നു. 4 ചക്രം 4 ചട്ടങ്ങളുടെ കീഴും ചക്രങ്ങളുടെ അച്ചുതണ്ടുകൾ പീഠത്തിലുമായിരുന്നു. ഓരോ ചക്രത്തിന്റെ ഉയരം 1.5 മുഴം. ചക്രങ്ങളുടെ പണി രഥചക്രത്തിന്റെ പണി പോലെയായിരുന്നു. അവയുടെ അച്ചുതണ്ടുകളും വട്ടുകളും അഴികളും ചക്രനാഭികളും എല്ലാം വാർപ്പ് പണിയായിരുന്നു. ഓരോ പീഠത്തിന്റെ 4 കോണിലും 4 കാലുണ്ടായിരുന്നു. കാലുകൾ പീഠത്തിൽ നിന്ന് തന്നെയുള്ളവയായിരുന്നു. ഓരോ പീഠത്തിന്റെയും തലയ്ക്കൽ 1/2 മുഴം ഉയരമുള്ള വളയവും ഓരോ പീഠത്തിന്റെയും മേലറ്റത്ത് അതിന്റെ താങ്ങുകളും അതിന്റെ വക്കുകളും അതിൽ നിന്ന് തന്നെയായിരുന്നു. അതിന്റെ താങ്ങുകളുടെ തട്ടുകളിലും വക്കുകളിലും അതിൽ ഇടമുണ്ടായിരുന്നത് പോലെ അവൻ കിരൂബ്, സിംഹം, ഈന്തപ്പന എന്നിവരുടെ രൂപം ചുറ്റും തോരണപ്പണിയോടുകൂടെ കൊത്തി. ഇങ്ങനെ അവൻ പീഠം 10 തീർത്തു. അവയ്ക്കൊക്കെയും വാർപ്പും കണക്കും പരിമാണവും ഒരുപോലെയായിരുന്നു. അവൻ താമ്രം കൊണ്ട് 10 തൊട്ടിയും ഉണ്ടാക്കി. ഓരോ തൊട്ടിയും 40 ബത്ത് വെള്ളം കൊള്ളും. ഓരോ തൊട്ടി 4 മുഴം. 10 പീഠത്തിൽ ഓരോന്നിന്മേൽ ഓരോ തൊട്ടി വെച്ചു. അവൻ 5 പീഠം ആലയത്തിന്റെ വലത്തുഭാഗത്തും 5 പീഠം ആലയത്തിന്റെ ഇടതുഭാഗത്തും വെച്ചു. കടലോ അവൻ ആലയത്തിന്റെ വലത്തുഭാഗത്ത് തെക്ക് കിഴക്കായി വെച്ചു. പിന്നെ ഹീരാം കലങ്ങളും ചട്ടുകങ്ങളും കലശങ്ങളും ഉണ്ടാക്കി. അങ്ങനെ ഹീരാം യഹോവയുടെ ആലയം വക ശലോമോൻ രാജാവിന് വേണ്ടി ചെയ്ത പണികളൊക്കെയും തീർത്തു. 2 സ്തംഭം, 2 സ്തംഭത്തിനെയും തലക്കിലുള്ള ഗോളാകാരമായ 2 പോതിക, സ്തംഭങ്ങളുടെ തലക്കിലുള്ള പോതികകളുടെ 2 ഗോളം മൂടുവാൻ 2 വലപ്പണി, സ്തംഭങ്ങളുടെ തലക്കിലുള്ള പോതികകളുടെ 2 ഗോളം മൂടുന്ന ഓരോ വലപ്പണിയിലും ഈ 2 നിരം മാതളപ്പഴമായ 2 വലപ്പണിയിലും കൂടെ 400 മാതളപ്പഴം. 10 പീഠം, പീഠങ്ങളിൽ മേലുള്ള 10 തൊട്ടി, ഒരു കടൽ, കടലിന് കീഴെയുള്ള 12 കാള, കലങ്ങൾ, ചട്ടുകങ്ങൾ, കലശങ്ങൾ എന്നിവ തന്നെ. യഹോവയുടെ ആലയം വക ശലോമോൻ രാജാവിന് വേണ്ടി ഹീരാം ഉണ്ടാക്കി. ഈ ഉപകരണങ്ങളൊക്കെ മിനുക്കിയ താമ്രം കൊണ്ടായിരുന്നു. യോർദാൻ സമഭൂമിയിൽ സുക്കോത്തിനും സാരേധാനും മധ്യേ കളിമണ്ണുള്ള നിലത്ത് വെച്ച് രാജാവ് അവയെ വാർപ്പിച്ചു. ഉപകരണങ്ങൾ അനവധിയായിരുന്നുകൊണ്ട് ശലോമോൻ അവയൊന്നും തൂക്കിയില്ല.
താമ്രത്തിന്റെ തൂക്കത്തിന് നിശ്ചയമില്ലായിരുന്നു. ശലോമോൻ യഹോവയുടെ ആലയത്തിനുള്ള സകല ഉപകരണങ്ങളും ഉണ്ടാക്കി. പൊൻപീഠം, കാഴ്ചയപ്പം വെക്കുന്ന മേശ, അന്തർമന്ദിരത്തിന്റെ മുമ്പിൽ വലതുഭാഗത്ത് 5 ഇടതുഭാഗത്ത് 5 പൊന്നുകൊണ്ടുള്ള വിളക്കുകണ്ടുകൾ, പൊന്നുകൊണ്ടുള്ള പുഷ്പങ്ങൾ, ദീപങ്ങൾ, ചവണുകൾ, തങ്കം കൊണ്ടുള്ള പാനപാത്രങ്ങൾ, കത്രികകൾ, കലശങ്ങൾ, തവികൾ, തീച്ചട്ടികൾ, അതിപരിശുദ്ധ സ്ഥലമായ അന്തരാലയത്തിന്റെ വാതിലുകൾക്കും മന്ദിരമായ ആലയത്തിന്റെ വാതിലുകൾക്കും പൊന്നുകൊണ്ടുള്ള കെട്ടുകൾ എന്നിവ തന്നെ. അങ്ങനെ ശലോമോൻ രാജാവ് യഹോവയുടെ ആലയം വക പണിയെല്ലാം തീർത്തു. ശലോമോൻ തന്റെ അപ്പനായ ദാവീദ് നിവേദിച്ചിരുന്ന വെള്ളിയും പൊന്നും ഉപകരണങ്ങളും കൊണ്ടുവന്ന് യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ വെച്ചു.